നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഗൂഗിൾ വഴിയാണ് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഹിസ്റ്ററിയിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉപകാരവുമുണ്ട്, എന്നാൽ അത് ദോഷവുമുണ്ട്. കാരണം നമ്മൾ ഗൂഗിൾ വഴിയാണ് ചിലപ്പോൾ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരോ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമ്മളുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് ടൈപ്പ് ചെയ്ത ഏതെങ്കിലും ആൽഫബറ്റാണ് അവർ സാമ്യമുള്ള ഏതെങ്കിലും ആൽഫബറ്റ് അവർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അവർ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗം താഴെ എഴുതി കാണിക്കാം, അത് ജസ്റ്റ് കണ്ടിട്ടുണ്ടാകും. അവർ നോക്കില്ല, അവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡൗട്ട് ഉണ്ടാവും, അവർ കണ്ടോ കണ്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതുമാത്രവുമല്ല, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പലതും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ഹിസ്റ്ററിയിൽ പോയി അവർക്ക് നോക്കിയാൽ അത് കാണാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം, അത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ സെർച്ച് ഹിസ്റ്ററി മറക്കും. നമ്മൾ സെർച്ച് ഹിസ്റ്ററിയിൽ പോയി എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാനായിട്ട് മറക്കും. ഓട്ടോമാറ്റിക് എന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത്ര സമയമുണ്ടോ, 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇത്ര ഡേറ്റ് ഒക്കെ ഉണ്ടോ, അതിനനുസരിച്ച് അത് മാഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അടുത്തായി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ സെറ്റിങ്സ് എനേബിൾ ചെയ്യുക എന്ന്. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഓൾ സർവീസസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ സെർച്ച് അസിസ്റ്റൻറ്റ് ആൻഡ് വോയിസ് എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ഹിസ്റ്ററി കാണാം. കൺട്രോൾ യുവർ വെബ് ആൻഡ് ആപ്ലിക്കേഷൻ ആക്ടിവിറ്റി എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സേവിങ് ടു വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. അതിനുശേഷം നമുക്ക് താഴെ നമുക്ക് കാണാം ഓട്ടോ ഡിലീറ്റ് എത്ര മാസം എന്ന് ഇവിടെ കൊണ്ട് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ 3 മന്ത് വേണമെങ്കിൽ 3 മന്ത് കൊടുക്കാം. ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്തു പോകും. നമുക്കിവിടെ വേണ്ടത് നമുക്ക് താഴെ കാണാം മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്ന് കാണാം. ഇതിൽ നമ്മൾ ജസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്ന ആദ്യത്തെ ഓപ്ഷനിൽ മാറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം സെർച്ച് ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി ഇവിടെ ലോക്കായി. ആര് നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഇതേ രീതിയിലാണ് കാണിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ടു സീവ് യുവർ ഫുൾ ഹിസ്റ്ററി വെരിഫൈ ഇറ്റ്സ് യു. അപ്പോൾ അവരിവിടെ ജസ്റ്റ് വെരിഫൈയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരോട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ നമ്മളുടെ തമ്പാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചോദിക്കും. അപ്പോൾ അവർക്കത് ഇവിടെ കാണാൻ ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീനായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്, സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നല്ലൊരു അടിപൊളി സെറ്റിങ്സാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.